യജമാനനായ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് ആശ മുറിയുകയില്ല. നിരാശ പഴച്ചുപോയവരുടെ അടയാളമാണെന്നർത്ഥം. നിരാശ കാഫിറുകളുടെ അടയാളമാണെന്നർത്ഥം. നിരാശ നഷ്ടകാരികളുടെ അടയാളമാണെന്നർത്ഥം. വിശ്വാസിക്കെപ്പോഴും ശുഭപ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. എന്ത് പ്രതിസന്ധി വരട്ടെ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഏത് ഞെരുക്കമുള്ള കാര്യങ്ങൾക്കും പിറകെ ധാരാളം എളുപ്പങ്ങൾ വരാനുണ്ട്. റബ്ബിന്റെ റഹ്മത്താണത്, ആശ മുറിയരുത് എന്ന്. ഇത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഇസ്ലാം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ മറ്റുള്ളവരോടും കരുണ കാണിക്കണം. അള്ളാഹു നമ്മോട് കരുണ കാണിക്കണോ? നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. ലാ തുൻസഉ ഇല്ലാ മിൻ ശഖീൻ. ഭാഗ്യം കെട്ടവനിൽ നിന്നല്ലാതെ കരുണ എന്ന സ്വഭാവത്തെ നീക്കപ്പെടുകയില്ല. കാരുണ്യം മനുഷ്യർക്ക് പറഞ്ഞതാണ്. മനുഷ്യരിലെ സൗഭാഗ്യവാന്മാരിൽ അതുണ്ടാകും, ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അത് ഊരി എറിയപ്പെടും. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. മക്കളെ മാതാപിതാക്കളോട് കരുണ കാണിക്കണം, മാതാപിതാക്കളെ മക്കളോട് കരുണ കാണിക്കണം, ബന്ധപ്പെട്ടവരോട് കരുണ കാണിക്കണം, വിദ്യാർത്ഥികളോട് കരുണ കാണിക്കണം. സമൂഹത്തിൽ ആരോടൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ എല്ലാവരോടും, ദുർബലരായ ആളുകളോട്, പ്രയാസപ്പെടുന്നവരോട് ഒക്കെ കരുണ കാണിക്കുവാൻ ഇസ്ലാം പറയുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി കാരുണ്യമെന്ന സ്വഭാവത്തെ തന്നിൽ നിന്ന് ഊരി എറിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മാതാപിതാക്കളോട് ക്രൂരത കാണിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ തല്ലിയും കുത്തിയും ഇടിച്ചും കൊലപ്പെടുത്തുന്ന ദ്രോഹിക്കുന്ന മക്കൾ, സ്വന്തം മക്കളോട് ആ രൂപത്തിലുള്ള മോശപ്പെട്ട പെരുമാറ്റം കാണിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യമാരെ ചുട്ടുകൊല്ലുന്ന ഭർത്താക്കന്മാർ, തിരിച്ചിങ്ങോട്ട് കൊലക്കത്തിക്ക് ഇരയാക്കുന്ന ഭാര്യമാർ, ശിശുക്ഷേമ സെന്ററുകളിൽ പോലും എട്ടും പൊട്ടും തിരിയാത്ത 1.5 വയസ്സുകാരി 2 വയസ്സുകാരി അവിടെയുള്ള ബെഡ്ഷീറ്റിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ആ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആയമാർ ആ കുഞ്ഞിന്റെ കുഞ്ഞു ജനനേന്ദ്രിയത്തിൽ നുള്ളി മുറിപ്പെടുത്തി, ജനനേന്ദ്രിയത്തിന് മുറിവാക്കി എന്ന മനസ്സാക്ഷിയെ മരയിപ്പിക്കുന്ന വാർത്തകൾ വായിച്ചവരാണ് 2 ദിവസം മുമ്പ് നമ്മൾ. കാരുണ്യം എന്നുള്ളത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ മുമ്പിൽ വഴിമാറിപ്പോവുകയാണ്. എനിക്കെൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം, അത് നേടുന്നതിൻ്റെ മുമ്പിൽ എനിക്കെൻ്റെ ബാപ്പയാണോ തടസ്സം, ഞാൻ നിശേഷം നശിപ്പിക്കും. എൻ്റെ ഉമ്മയാണോ മാർഗതടസ്സം, ഞാൻ എന്തും ചെയ്യും. മക്കളാണോ തടസ്സം, എന്തും ചെയ്യും. ആരാണോ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുന്നതിന് എൻ്റെ മുമ്പിൽ വിഘാതമായി നിൽക്കുന്നത്, ഞാൻ അറുത്തു മാറ്റും, വെട്ടി നശിപ്പിക്കും. ഈ ഒരു ക്രൂര മനസ്കതയിലേക്ക് സമൂഹം എത്തിയത് റഹ്മത്തെന്ന് പറയുന്ന ഗുണം തൊട്ട് തീണ്ടാതെ പോയപ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് റഹ്മാനായ റബ്ബ് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലും മറ്റു ഘട്ടങ്ങളിലുമൊക്കെ നമ്മോട് കരുണ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് മാത്രമേ റഹ്മാനായ റബ്ബ് കരുണ കാണിക്കുകയുള്ളൂ. ലാ യർഹമുല്ലാഹ്, അല്ലാഹ് കരുണ കാണിക്കുകയില്ല. മല്ലാ യർഹമുന്നാസ്, ജനങ്ങളോട് കരുണ കാണിക്കാത്തവനോട്. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, നമ്മിലെ ചെറിയവരോട് കാരുണ്യത്തോടെ പെരുമാറാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. എത്ര ഗൗരവമുള്ള വാചകങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കാരുണ്യം എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ടോ എന്നും, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ സഹായിക്കേണ്ടിടത്തും, താങ്ങായി മാറേണ്ടിടത്തും, തണലായി മാറേണ്ടിടത്തും, സാന്ത്വനമായി മാറേണ്ടിടത്തും, നല്ല പെരുമാറ്റം കാണിക്കേണ്ടിടത്തുമൊക്കെ നമ്മിൽ ഉണരുന്ന ആ ഒരു സ്വഭാവം മൃഗീയതയാണോ അതോ ഇസ്ലാമി പറഞ്ഞ കാരുണ്യത്തിൻ്റെ ഭാഗമാണോ എന്ന് നമ്മൾ ആലോചിക്കണം എന്നാണ് എനിക്ക്